ആകെപ്പാടെ വർഷത്തിൽ 1-2 തവണ പോയി കുറച്ച് തുണി വാങ്ങും. അതാണോ നിങ്ങൾ ഈ പറഞ്ഞ വലിയ ഷോപ്പിംഗ്? എങ്കിൽ ഞാൻ അതും വേണ്ടെന്ന് വെക്കാം. എന്നിട്ട് തുണി ഇല്ലാതെ ഇതുവഴി നടക്കാം. എന്താ ഇത്ര ഇരിക്കാൻ? എന്ത് ഇങ്ങനൊരു വൃത്തികെട്ട മനുഷ്യൻ. മനസ്സിനുള്ളിൽ മഴത്തുള്ളിയായി തുള്ളി തുള്ളിക്കും. മതി മതി, ഇതെന്തൊരു ചാട്ടോ മറിച്ചില്ല. കൊച്ചുകുട്ടിയാണെന്ന വിചാരം. കേറി വന്നേ. എടീ, ചേരയെ തിന്നുന്ന നാട്ടിൽ ചെന്നാലേ നടുത്തുണ്ടം തിന്നണം. ഈ കടലിലെ കുളിയും ഈ കുഞ്ഞി ട്രൗസറും ലേശം ബിയറും ഇതൊക്കെ ഇവിടെയല്ലേ നടക്കൂ. നാട്ടിൽ ചെന്നാ വല്ലതും നടക്കൂ. നീ ഇറങ്ങി പാടി. ഞാനില്ല മൂന്നേട്ടാ. എടീ, ഇന്നും കൂടി ഫ്രീ ഉള്ളൂ. നാളെ മറ്റന്നാളെ സിംഗപ്പൂർ മീറ്റിംഗ്. അതിനടുത്ത ദിവസം നമ്മൾ അങ്ങ് തിരിച്ചു പോവുകയും ചെയ്യും. നീ വന്നേ. അയ്യോ ഞാനില്ല. ഈ ആരെങ്കിലും കണ്ടാ നാണക്കേട്. എടീ, അതൊക്കെ അങ്ങ് നാട്ടില്. ഇവിടെ ആര് കാണാൻ? നീ വന്നേ. ഞാനില്ല മൂന്നേട്ടാ. ഗർഭസ്ഥ ശിശുവിന് കടലിലെ സ്നാനം കേമാന്നാ പറയുന്നേ. എന്നാ ഞാൻ കുളിക്കാം. എണ്ണ തേച്ചിട്ട് വരാം. എന്നാ പിന്നെ എണ്ണ മാത്രം ആക്കണ്ട. ലേശ ഇഞ്ചിയും രാസ്നാദിപ്പൊടിയും ഒരു ബക്കറ്റ് ഒരു മഗ്ഗും എടുത്തോളൂ. ഇന്ന് ഇവിടുന്ന് കോരിക്കുളി ആവാം. ഒരൊറ്റപ്പെടയാ നന്നാണ്ടല്ലോ. നീ ഇറങ്ങടി. എണ്ണ തേച്ച് കുളിച്ചില്ലെങ്കിൽ എനിക്ക് പനി പിടിക്കും മൂന്നേട്ടാ. എന്നാ പോയി തേച്ചിട്ട് വാ. അയ്യോ, നമ്മുടെ കയ്യിലെ എണ്ണ തീർന്നല്ലോ. ഞാൻ ശ്രേയോട് ചോദിച്ചിട്ട് ഇതാ വരുന്നു. വിടാൻ കഴിയില്ലേതോ. ഒരിക്കൽ നിന്നെ എനിക്ക് നഷ്ടപ്പെടുത്തിയത് എന്റെ മൗനമാണ്. മനുഷ്യങ്ങോട്ട് ആ പിള്ളേരെ കരയിപ്പിക്കാൻ വേണ്ടിട്ട് മാറുകൂട്ട് അമ്മയുടെ കുഞ്ഞു വാ, അമ്മ എടുക്കാം. അമ്മയ്ക്ക് അമ്മയുടെ കുഞ്ഞ് കഴിഞ്ഞിട്ടുള്ളാരും കേട്ടോ. ഓ ആയിക്കോട്ടെ, ഞാൻ പോവാം. ഒരു അമ്മയും മോനും ഇവിടെ പോയി കുറെ നേരമായല്ലോ. ആഹാ, ഇവിടെ വന്ന് എടുക്കാം. അതെ, വരുന്നില്ല. ഉറങ്ങാണ്ടത് പിള്ളേന്ന്. എന്നെ എന്നാത്തിനെ വിളിക്കുന്ന? നിനക്ക് നിന്റെ മോനില്ലേ? നീ നിന്റെ മോന്റെ കൂടെ വീട്ടിൽ ഉറങ്ങിക്കോ. എന്നെ ഒന്നും വിളിക്കണ്ട. അയ്യേ, നിനക്ക് നാളല്ലേ മനുഷ്യ. ആ ചെറിയ ചെക്കൻ്റെ പേരും പറഞ്ഞിങ്ങനെ ഇതാവേ വന്നിങ്ങോട്ട്. എനിക്ക് ഉറക്കം വരുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ വരുന്നില്ലെന്നോ. നീ പോന്നോ. നീ നിന്റെ കൊച്ചിനെ കെട്ടിപ്പിടിച്ചോടെ കൊടുത്ത് ഉറങ്ങിക്കോ. വരുവാണെങ്കിൽ എന്തെങ്കിലും തരാന്ന് വിചാരിച്ചതായിരുന്നു. ഓ, ഇനിയിപ്പോ വേണ്ട. ജാടയാണല്ലോ ഇയാൾക്ക്. ഞാൻ പോവാ. വെറുതെ സാറിയിട്ട് നിന്നു. ആള് വിളിച്ചപ്പോ കൂടെ പോയാൽ മതിയായിരുന്നു. പെണ്ണെ, ഏട്ടന് വരേടി. എടി നിക്കടി, നല്ല പൊടി. പെണ്ണെ, ഞാൻ വന്നോട്ടെ. എനിക്കറിയായിരുന്നു നിങ്ങൾ ഇങ്ങോട്ട് വരുമെന്ന്. എനിക്ക് കുട്ടിന്റെ സ്വഭാവം എനിക്ക് തീരെ പിടിക്കുന്നില്ല കേട്ടോ. പെണ്ണെ, നമുക്ക് ഇതിനെ കൊണ്ട് വല്ല ബോർഡിങ്ങിലാക്കിയാലോ? അയ്യോ മോനെ, എന്റെ മോനൊന്നും ബോർഡിങ്ങിലാക്കണ്ട. വേണമെങ്കിൽ നിങ്ങൾ നോക്കാം. ഞാൻ എന്റെ മോനോട് കണ്ടോളാം. ഞാനെന്തൊക്കെയാ നേടി. ഇതെന്റെ വീട്, ഞാനൊന്നും പോവില്ല. എന്നാ പിന്നെ മിണ്ടാണ്ട് കിടന്ന് ഉറങ്ങിച്ചോ. വേഗമായിക്കോട്ടെ. പിന്നെ ഒരു ഉറക്കം ഇങ്ങോട്ട് വന്നേ പറ്റേ. നീ എന്താ കുട്ടിനെ എണീപ്പിക്കാതിരുന്നാ മതി. நம்பி விட்டேன் மறுக்கவில்லை.
മുഖമോർത്തിരുന്നേറെ ഞാൻ മഴവില്ലു പോലെ വന്നിതാ നീ എന്നും എന്റെ സ്വയം ഇനി ഇതൊരൻ പകൽ സ്വപ്നമോ സ്വയം ഇനി നുള്ളി നോക്കുന്നു ഞാൻ മനസ്സിന്റെ താളിൽ പീലി പോലെ കാത്തിടും മോഹമേ. ഹലോ ഇതെന്തു അഞ്ജലി 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 അഞ്ജലി. സുമോ, ഞാനൊരു കാര്യം ചോദിച്ച കുഴപ്പമാവോ? ചോദിക്കേ. ഞാൻ നിര്യാതനായ നീ എന്ത് ചെയ്യും? ഞാനൊരു നിരീശ്വരവാദിയെ കല്യാണം കഴിച്ചിട്ട് സുഖമായിട്ട് ജീവിക്കും. സുമോ, അല്ല പിന്നെ. ഓ, ജനറൽ ക്ലോണേജ്, ഇതൊക്കെ എനിക്കറിയാത്തതാണോ? അയ്യോ ചേച്ചി പോവല്ലേ. അവിടെ പോട്ടെ. താങ്ക് യു. കുഴലൂതി പാടി നിന്റെ കാര്യത്തില് ബ്ലാക്കറ്റ് അല്ല, നിന്റെ അമ്മ പോലും നിന്നോട് സ്നേഹം കാണിക്കുന്നത് എനിക്കിഷ്ടല്ല. നിന്റെ കയ്യിൽ ഗിറ്റാർ ഇരിക്കുന്നത് പോലെ നീ ഇപ്പൊ ഇരിക്കുന്നത് എവിടെയാണ്? ഗുരുജി, അവന്റെ ഗിറ്റാർ നിന്റെ കയ്യിൽ തന്നത് നിന്നെ അവൻ ഇങ്ങനെ കെട്ടിപ്പിടിക്കാനാണ്. പഠിപ്പിക്കോ? ഇങ്ങനെയാണോ പഠിപ്പിക്കുന്നത്? നിന്റെ ഫാഷൻ മാറിപ്പോയി, ടേസ്റ്റ് മാറിപ്പോയി. നിന്റെ പാരമ്പര്യം മറന്ന ഫിഡൽ പോലും നീ മാറ്റിക്കളഞ്ഞില്ലേ? ഇനി ഒരു സെക്കൻഡ് കൂടി അവന്റെ കൂടെ ഇരുന്നാൽ ശാസ്ത്രീയ സംഗീതത്തോടൊപ്പം നിന്റെ ജീവിതവും കുറഞ്ഞേട്ടാകും. അയ്യോ, ഇതെന്തു പറ്റി? കീറിയ മൊത്തം കീറിക്കളഞ്ഞോടാ. കീറിയല്ലോടാ. നിന്റെ അച്ഛനോട് ഞാൻ എന്ത് സമാനം പറയടി? ഇവിടെ വാ, പാടി. കുറച്ച് ഓവറാവുന്നുണ്ട് താൻ. ഞാൻ ഓവറാവുന്നോ? ഞാൻ ആരാണെന്ന് നിനക്കറിയാവോ? ഫിഡൽ, ബ്രഹ്മാദി ഫിഡൽ. ഏയ്, നിങ്ങൾ ബ്രഹ്മാദി ഫിഡൽ ആണെങ്കിൽ ഞാൻ സഞ്ജു രംഗൻ. പിന്നെ ഏത് കോന്തനാണ് ഇത് പൊട്ടിച്ചേ? കോന്തനല്ല പൊട്ടിച്ചത്, ഈ കോന്തിയാ പൊട്ടിച്ചത്. ആഹാ, മോളാ ഇത് പൊട്ടിച്ചേ? നല്ല വൃത്തിയായിട്ട് പൊട്ടിച്ചിരിക്കുന്നല്ലേ മോള്. മോളല്ല, കോന്തി. അയ്യോ, അങ്ങനൊന്നും പറയരുത്. കോന്തിയോ? എന്റെ ചക്കരക്കുടവല്ലേ. ഞാൻ ദേഷ്യം വന്നപ്പോ അവനെ എന്തോ പറഞ്ഞെന്ന് വെച്ച്. മോളാണോ ഇത് പൊട്ടിച്ചത്? ഞാനാ പൊട്ടിച്ചത്. ചുമ്മാ രസത്തിനാ? അല്ല, കാര്യായിട്ടാ. ബാക്കി കൂടെ പൊട്ടിക്കാത്ത? എനിക്ക് തോന്നുമ്പോ ഞാൻ പൊട്ടിച്ചോളാം. അപ്പൊ ഞാൻ ഈ കമ്പിയൊക്കെ മാറ്റിയിട്ട് തരാം. അപ്പൊ തോന്നുമ്പോ പൊട്ടിക്കാമല്ലോ. അയ്യോ, എന്ത് പറ്റി മോളെ? നിന്റെ ഒരു ആഗ്രഹമല്ലേ എന്റെ ചെലവിൽ ഒരു ഗോൾ അടിക്കണമെന്ന്? എന്നാ പിന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ. ലിപ്സ്റ്റിക്. അമ്മ, മുത്തശ്ശി, ചിറ്റ ആൻഡ് ചിത്ര എല്ലാരും വലിയ സന്തോഷത്തിലാ. കുഞ്ഞുമാവൻ വരുന്നോണ്ട്. പിന്നെ എന്നെ എപ്പോഴാ സന്തോഷിപ്പിക്കോ? എപ്പോഴും കളിയാ. നമ്മുടെ കാര്യം ഒന്ന് പറഞ്ഞൂടെ നിനക്ക്? ഇതെങ്ങാനും മുത്തച്ഛനറിഞ്ഞ എന്റെ അടിയന്തരായിരിക്കും ആദ്യം നടത്തുക. ഓഹോ, വളഞ്ഞ വഴി ട്രൈ ചെയ്താലോ? സംഭവം നടന്ന ഉടൻ തന്നെ എല്ലാരും കൂടെ ചേർന്ന് നമ്മുടെ കല്യാണം അങ്ങ് നടത്തും. പിന്നെന്ത് പ്രശ്നം? പ്രോബ്ലം സോൾവ്. പറഞ്ഞു കഴിഞ്ഞോ മാർലി? സ്വർണം പൂട്ടി വെച്ചിട്ടെന്തിനാ വല്ലവൻ അടിച്ചോണ്ട് പോവേ. എന്റെ പൊന്നോ,
ഗന്ധർവനല്ല, നിങ്ങളെ പോലൊരു മനുഷ്യനാ. ജീവൻ രക്ഷിക്കാൻ വേണ്ടി ദ്വീപിൽ നീന്തി കയറിയ ഒരു മനുഷ്യൻ. എന്റെ കൂട്ടത്തിലുള്ള 2 പേരെ നിങ്ങളുടെ ആൾക്കാർ കടപ്പുറത്തിട്ട് കൊന്ന് മരണഭയം കൊണ്ട് ഇവിടെ കയറി വിളിച്ച ദേവി തന്നെ കാട്ടിക്കൊടുക്കരുത്. ഇങ്ങനെ ഭയന്ന് നോക്കണ്ട. ഞാനൊരു പാവമാണ്. എന്റെ പേര് ഹരി. ഇന്ത്യൻ നേവിയിലെ ഹെലികോപ്റ്റർ പൈലറ്റാണ്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? ഇല്ല ഗന്ധർവ. എന്റെ ദൈവമേ, ഞാൻ ഗന്ധർവനല്ല കുട്ടി. നീ എന്നെ ഒറ്റിക്കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ ശരിയായിരിക്കാം, പക്ഷെ പത്രത്തിൽ ഫോട്ടോ ഉണ്ട് ആരെങ്കിലും ഈ വഴി വന്നാ എന്റെ കാര്യം പോക്കും. ഇത് വഴിയൊന്നും ആരും വരില്ലെന്നേ. വേഗം വാ. ഒന്ന് പതുക്കെ പിടിച്ച് വലിക്കുവണ്ണേ. അറിയാൻ മേലായിട്ട് ചോദിക്കാം, ഇത് എങ്ങോട്ട് കൊണ്ടുപോവാ? കൊല്ലാനൊന്നും കൊണ്ടുപോവല്ലെന്നേ. പിന്നെന്താ, വളർത്താനാണോ? ഒത്തിരി നാളായി കൂട്ടുകിടക്കുന്ന വീടാ. ഒറ്റയ്ക്ക് വരാനൊരു പേടി. അതുകൊണ്ടാ കൂട്ടുവരാൻ പറഞ്ഞത്. ഈ വീട് തുറന്നിട്ട് എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഇതിനകത്ത് ഒരു പഴയ ഗ്രാമഫോൺ ഉണ്ടെന്ന് അച്ഛൻ പറഞ്ഞു. അതിന് നിന്റെ അച്ഛന്റെ വീടാണോ ഇത്? അച്ഛൻ അറിയാവുന്ന വീടാ. ആഹാ, ഇപ്പൊ ഇതിന് ഉടമസ്ഥരാരുമില്ല. നന്നായി. നമുക്ക് നോക്കാന്നേ. ഇതന്നെ ഈ നാട്ടിൽ മൊത്തം പ്രേതാലയം പോലുള്ള വീടുകളാണല്ലോ. അങ്ങനെ പറയുന്നോണ്ട് ഒരു ഗുണമുണ്ട്. കള്ളന്മാര് പോലും വരില്ല. എങ്കി നീ വാ, വാടി അങ്ങോട്ട് കേറ്. ദേ, ആരുമില്ലാത്തൊരു വീട്, അതിസുന്ദരിയായൊരു പെണ്ണ്, ആരോഗ്യവാനായ അത്യാവശ്യം ഫിറ്റായ ഒരു ചെറുപ്പക്കാരൻ. ഇവിടെ എന്തെങ്കിലുമൊക്കെ നടക്കും. കേട്ടോടി പെണ്ണേ. അതിനുള്ള ധൈര്യം ഈ ഗുണ്ടയ്ക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ സമ്മതിച്ചേനെ. നീ ഏത് ജന്മമാടി? പുരി ജന്മം. എടി പെൺപുലി, നിന്റെ പേരെന്തോന്നാ നീ പറഞ്ഞേ? അതിന് ഞാൻ പേര് പറഞ്ഞില്ലല്ലോ. എങ്കി നീ പേര് പറയാ ഞാനിത് തുറക്കില്ല. എന്റെ പേര് പേരയ്ക്ക. ഒന്ന് പോടി അവിടുന്ന്. അയ്യോ പോവല്ലേ. എന്റെ പേര് ആതിര. അങ്ങനെ വഴിക്ക് വാ.